ഇന്ന് ഓഖിയുടെ അനുസ്മരണ ദിനമാണ്. 6ാം വർഷമാണ്. 350-ലേറെ മത്സ്യത്തൊഴിലാളികളെ പിടഞ്ഞ് മരിച്ച ദുഃഖകരമായ അനുഭവം അനുസ്മരിക്കുന്നതാണ്. അത് വളരെ ദുഃഖകരമാണ്. കാരണം ഞങ്ങളൊക്കെ 2ാം ദിവസം കടലിലിറങ്ങി മത്സ്യത്തൊഴിലാളികളെയൊക്കെ രക്ഷിക്കാൻ സന്നദ്ധമായിരുന്നു. പക്ഷേ ഭരണകൂടം കടലിലേക്ക് ഇറങ്ങരുതെന്ന് നൽകിയ ആജ്ഞയെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾക്കറിയാം, ഈ 29-ാം തീയതി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെന്ന അന്നത്തെ ഫിഷറീസ് മന്ത്രി ഞങ്ങൾക്ക് വാഗ്ദാനം തന്നു. ഞാൻ വൈകുന്നേരമായപ്പോൾ കൃത്യമായി അന്വേഷിച്ചപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരറിയിപ്പ് പോലും അവിടെ കിട്ടിയിട്ടില്ല. ഒരു വായുസേനയോ മറ്റ് സേനയോ രക്ഷാപ്രവർത്തനം ആരംഭിച്ചില്ല. ഞാൻ ഉടനെ തന്നെ 7:30 മണിക്ക് പൂന്തുറയിൽ നിന്ന് വെള്ളയമ്പലത്തിലേക്ക് മടങ്ങിയിട്ട് ഞാൻ പത്രമാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞു. ഈ തിരുവനന്തപുരത്തെ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു പറഞ്ഞു, സാർ, 1 ഇഞ്ച് പടി പോലും രാവിലെ 6 മണിക്ക് മടങ്ങിയെത്തേണ്ട മത്സ്യത്തൊഴിലാളികൾ വൈകുന്നേരം 7 മണിയായിട്ടും മടങ്ങിയെത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അതിനിടയ്ക്ക് കണക്കെടുത്തു, 10,000-ലേറെ മത്സ്യത്തൊഴിലാളികൾ ഈ കടലിൻ്റെ അഗാധത്തിലാണ്, എവിടെയാണെന്ന് തിരിച്ചറിയുന്നില്ല. അടിയന്തരമായി നടപടി കൈക്കൊള്ളണം. എന്നിട്ട് ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചു, മാഡം, ഇതുവരെയും ഒരു നടപടിയും തുടങ്ങിയിട്ടില്ല. നാളെ രാവിലെ പ്രഭാതം തെളിച്ചമുള്ളതായിരിക്കും. നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള നടപടി കൈക്കൊള്ളണമെന്ന്. പിറ്റേ ദിവസം രാവിലെ വിളിച്ചപ്പോൾ മാഡം കിടന്നുറങ്ങുകയാണ്. ഇതാണ് സ്ഥിതി. കാലാകാലങ്ങളിലുള്ള ഭരണകൂടങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളോട് കാണിച്ച ഈ അവജ്ഞയുടെ ഭാഗമാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ നിലനിൽപ്പിൻ്റെ വലിയ ഭീഷണിയിലാണ്.